ആദിത്യം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ രാവിലെ ഫുഡ് കഴിക്കുമായിരുന്നു. കപ്പയും മീൻ തോരനായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരോട് ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ കുഞ്ഞിനെ നോക്കേണ്ടത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരും അങ്ങനെ കൈമാറിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പം രാവിലെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും അമ്മയും ചർച്ച ചെയ്യരുത് രാവിലെ എന്ത് തോരൻ വയ്ക്കുമെന്ന്. അപ്പോഴാണ് നമ്മൾ കൊഴുപ്പത്തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൊഴുപ്പത്തോരനൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് കൊഴുപ്പ. 2 തരമുണ്ട്, ചെറുതുകൊണ്ട് വലുതുകൊണ്ട്. അപ്പോൾ കൊഴുപ്പയൊക്കെ പറിച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ചൊക്കെ വെള്ളമായി അവിടെയൊക്കെ. അപ്പം അമ്മ അത് കഴുകാനായിട്ട് പോവാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കൊഴുപ്പ. അല്ലാതെ വേറെ മീനിൻ്റെ ഇലയായിട്ട് നിൽക്കുന്ന അത് കൊഴുപ്പല്ല, ഇതാണ് കൊഴുപ്പ. ഇത് പറിച്ച് വേണം എല്ലാവരും തോരൻ വെക്കാൻ. കൊഴുപ്പത്തോരൻ ഉണ്ടാക്കാൻ പോകും. പൊടിയായി അരിഞ്ഞെടുത്തത്, കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. കൊഴുപ്പ തോരൻ വെക്കാൻ പോവാണ്. അതിന് ചേർക്കേണ്ട ഐറ്റങ്ങൾ ഉപ്പ്, മഞ്ഞപ്പൊടി, കടുക്, ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഉണ്ട്. ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാന്താരി ഉണ്ട്. ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ചതച്ചെടുക്കും. എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഉള്ളി, കറിവേപ്പില, ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. കൊടുക്കാം. ഇത് 2 സൈസ് ഉണ്ടല്ലേ? 2 സൈസ് കൊഴുപ്പുണ്ട്. നീളമുള്ള ഇലയുടെ ഉണ്ട്. ഇതാണ് നല്ല കൊഴുപ്പ. കൂടി വെക്കാം. തോരൻ വെന്ത് കൊടുത്ത് ഇളക്കി കൊടുക്കും. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കൊഴുപ്പത്തോരൻ റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.